പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, സന്യസ്തരുടെ ആത്മഹത്യയ്ക്ക് പിന്നിലെ പ്രശ്നങ്ങൾ എന്താണ്? പലരും നിരാശയോടെ ചിന്തിക്കുന്ന കാര്യമാണ്. വിശ്വാസമില്ലായ്മയാണോ? ദൈവം കാണുന്നില്ല, അറിയുന്നില്ല എന്ന തോന്നലാണോ? ഇടയൻ്റെ ആത്മഹത്യ ആടുകൾ ഏത് രീതിയിൽ ഉൾക്കൊള്ളണം? തെറ്റായ മാതൃകയല്ലേ ഇവർ കാണിച്ചു തരുന്നത്? സഹനം സ്വീകരിക്കാനുള്ള മടി, അതോ വിഷാദ രോഗമോ, ഒറ്റപ്പെടലോ, രോഗപീഠകളോ, മാനസിക രോഗ പാരമ്പര്യങ്ങളോ? പലരും പല രീതിയിൽ ചർച്ച ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവരെ, സന്യസ്തരുടെ ആത്മഹത്യയെക്കുറിച്ച് വിമർശിക്കുകയോ സമ്പാദിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇനി ഇടവകയിലെ വിശ്വാസികളിൽപ്പെട്ട നമ്മൾ ബാധ്യസ്ഥരാണ്. സൺഡേ സ്കൂൾ അധ്യാപകർ, കൈക്കാർ, കമ്മിറ്റിക്കാർ, നല്ല സുഹൃത്തുക്കൾ, യുവജന സംഘടനകൾ, ഇവരുടെ സ്നേഹവും ആത്മാർത്ഥതയും സാമീപ്യവും പല മാനസിക ശാരീരിക ക്ലേശങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അവരെ റിലീഫ് ചെയ്യിക്കാനും അവർക്ക് സ്നേഹിക്കാനും അവർ ചിന്തകളോട് ചേർന്ന് നിൽക്കാനും ആശ്വസിപ്പിക്കാനും ധൈര്യം പകരാനൊക്കെ വിശ്വാസികളല്ലാതെ ഒരു ഇടവകയിൽ മറ്റാരുമില്ല എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ജീവിത പങ്കാളിയുടെ അവിശ്വസ്തത മൂലം ഹൃദയം തകർന്നവർ, പിന്നീട് ലഹരിക്ക് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്തവർ പലരാണ്. അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവർ പിന്നീട് ആത്മീയ ശുശ്രൂഷകളിൽ ചേർന്ന് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ശാന്തമായ ഒരു ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. മനുഷ്യന് രോഗമുണ്ടാകുമ്പോൾ ആ രോഗത്തെ സൗഖ്യപ്പെടുത്തേണ്ടത് വൈദ്യൻ മാത്രമല്ല, ഹൃദയം സൃഷ്ടിച്ച ദൈവത്തിനാണ് ഹൃദയത്തിൻ്റെ വേദനകളെ ഭൂരിഭാഗവും സൗഖ്യമാക്കാൻ കഴിയുക. അതിന് അവനൊരു സൃഷ്ടാവുണ്ട്, അവനെ അറിയുന്നൊരു ദൈവമുണ്ട്, അവനെ ഉറ്റുനോക്കുന്നൊരു ദൈവമുണ്ടെന്നൊരു ആത്മബോധം അവന് ലഭിക്കേണ്ടത് വചനത്തിലൂടെയും വചനം പങ്കിടുന്ന ആത്മബോധങ്ങൾ നൽകുന്ന റിട്രീറ്റ് സെൻ്ററുകളിലൂടെയൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബ പ്രശ്നങ്ങളിലൂടെ അല്ലാതെ ആത്മഹത്യാ പ്രേരണ നൽകുന്ന ചില സ്ഥലങ്ങൾ, വീടുകൾ, റൂമുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ആ നെഗറ്റീവ് എനർജി കാരണം അവിടെ ആത്മഹത്യകൾ ഇനിയും നടന്നിട്ടുള്ളതായതുകൊണ്ടാകാം. വേണ്ടത്ര ബലിയോ പ്രാർത്ഥനയോ സ്തുതിയോ അഭിഷേകമോ ഒന്നുമില്ലാത്ത ഭവനങ്ങളിൽ ദുരാത്മാവ് പ്രവേശിച്ച് ദുർമരണത്തിലേക്കുള്ള പ്രേരണ നൽകാറുണ്ട്. തിരുവചനം മർക്കോസ് 9 പറയുന്നുണ്ട്, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന്. വീട് വഞ്ചരിക്കേണ്ടതും കുമ്പസാരം കൊണ്ട് സ്വയം ശുദ്ധരാകേണ്ടതും ഉപവാസ പ്രാർത്ഥന കൊണ്ട് ശക്തി നേടേണ്ടതും അഭിഷേക പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടേണ്ടതെല്ലാം തിന്മയുടെ സ്വാധീനത്തെയും പ്രേരണകളെയും മരവിപ്പിനെയും ഉള്ളിൽ നിന്ന് പുറത്തു കളയാനും ദൈവത്തിൻ്റെ ശക്തി സ്വീകരിച്ച് അഭിഷേകത്താൽ നിറഞ്ഞ് ബന്ധനാവസ്ഥയിൽ നിന്ന് സ്വയം വിടുതൽ നേടാനുമാണ് എന്ന് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചില വ്യക്തികളിൽ, ചില ഭവനങ്ങളിൽ ഒരു നിശബ്ദ കൊലയാളിയെ പോലെ ജീവിത പങ്കാളി, മക്കൾ നമ്മളെ പിന്തുടരുന്നുണ്ടാവാം. ഭർത്താവ് എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചാൽ, കുടിയായിരുന്നു, അവസാനം